ഇന്ന് ഷൊർണൂർ വരേണ്ട ആവശ്യമാണ്. അപ്പോൾ ഷൊർണൂർ സ്റ്റാൻഡിൻ്റെ അടുത്തുണ്ട് ഒരു കടല കച്ചവടക്കാരൻ. അപ്പോൾ 2 പാക്കറ്റ് കടലയും വാങ്ങാമെന്ന് വെച്ചങ്ങ് വന്നതാണ്. അപ്പോൾ അദ്ദേഹം കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ ഒന്ന് വീഡിയോ എടുത്തോട്ടെന്ന് ചോദിച്ചപ്പോൾ എടുത്തോളൂന്ന് പറയുകയും ചെയ്തു. പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ആള് നമ്മുടെ നാട്ടുകാരനാണ്, തളിയുള്ള ആളാണ്. അവർക്ക് കൂടുതൽ കുറച്ച് നേരം കൂടി നമ്മൾ സംസാരിച്ചു. അതാണ് ശ്രദ്ധിച്ചത്, ആളുടെ കൈ എന്തോ ചെറിയൊരു പ്രശ്നം, കൈ കറക്റ്റായിട്ട് പിടിക്കുന്നില്ല. അപ്പം അതിനെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ 2ാമത്തെ വയസ്സിൽ ഒരു പനി വന്നിട്ട് അങ്ങനെ പ്രശ്നമായതാണെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചിട്ടേ മനസ്സിലാക്കാം എന്താ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമുക്ക് കണ്ടോ? വീട് തളി, ആറങ്ങോട്ടുവരെ തളി. എത്ര കാലം ഇവിടെ തുടങ്ങിയിട്ട്? ഇവിടെ ഇപ്പോൾ 3 മാസത്തോളായി. അപ്പോൾ അതിന് മുന്നേ എവിടെയായിരുന്നു? ആറങ്ങോട്ടുവരെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും പോകുന്നത്? അവിടെ ഇപ്പോൾ കച്ചവടം കമ്മിയായതിനെ കൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ എങ്ങനെയുണ്ട്? ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ആറങ്ങോട്ടുവരെ കച്ചവടം ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ വലത്തെ കൈന് എന്താ പറ്റിയത്? എന്തോ ചെറിയൊരു പ്രശ്നം തോന്നുന്നുണ്ടല്ലോ. അത് ചെറുപ്പത്തിലൊരു പനി പിടിച്ചതായിരുന്നു. പനി ഒന്ന് തലക്കടിച്ചതാണ്. അപ്പോൾ ഒരു 2 വയസ്സ് പ്രായത്തില്. ചികിത്സ ഉണ്ടോ? ഇപ്പൊ ചികിത്സ ഇല്ല. ഇപ്പൊ അന്ന് ഉപ്പ എന്നെ ചികിത്സിച്ച് എന്നെ ഈ നിലക്കാക്കി തീർത്ത്. എനിക്ക് നടക്കാവുന്ന നിലക്കാക്കിയല്ലേ? നടക്കാവുന്ന ഇതിലാക്കി. അപ്പൊ ഇപ്പൊ ചികിത്സ ഒന്നുമില്ല? ഇപ്പൊ ചികിത്സ ഇല്ല. ശരിക്കും ഒരു 2ാം ജന്മം എന്ന് പറയാ. മരിച്ചു ജീവിച്ചു ഒരാളാണ്. അപ്പൊ ഇത് ഇനി മാറാൻ എങ്ങനെ എന്താ ഉള്ള വഴി ഇല്ല? ഇനി ഇത് ഇങ്ങനെ തന്നെയാണ്. ഇത് മാറില്ല. എനിക്ക് ശരീര ബാലൻസ് ഇല്ല എനിക്ക്. അപ്പൊ ബാലൻസിൽ പറയുമ്പോ വീഴാൻ പോകും. നടക്കുമ്പോ വീഴൽ തന്നെ. ഇപ്പോഴും വീഴും. എന്റെ കല്യാണം കഴിഞ്ഞപ്പോ 2 കുട്ടികളായി. എന്നിട്ട് പോലും ഞാനിപ്പോ 34 വയസ്സായി. ഇപ്പൊ എനിക്ക് ഈ 34 വയസ്സിലും ഇപ്പോഴും ഞാൻ വീഴും. ഇപ്പോഴും നടക്കുമ്പോ വീഴും. എന്നാലും പഠിത്തവന്റെ ഒരു കാരണം കൊണ്ട് ഒന്നും പറ്റാറില്ല. 34 കൊല്ലത്തോളം അതിനെ വീഴൽ തുടങ്ങിയിട്ട്. ഈ വീഴാൻ തുടങ്ങിയിട്ട് പഠിത്തവന്റെ സഹായത്തിൽ ഇതുവരെ ഒരു കേട് എനിക്ക് ഇതുവരെ സംഭവിച്ചിട്ടില്ല. വീട് എവിടെ വരുന്നത്? കളി പിന്നെ ഹാജരിപടി പറയും. വാടകയ്ക്കാണ്. ഞാനും എന്റെ വൈഫും 2 കുട്ടികളും. കുട്ടികള് 2 ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. ഇനിയിപ്പോ 1ാം ക്ലാസ്സിലേക്ക്, ഇനിയിപ്പോ ഒരാള് 5ാം ക്ലാസ്സിലേക്ക്. നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഈ ആൾക്കാർക്ക് എന്താ പറയാള്? ആൾക്കാർക്ക് എന്താ പറഞ്ഞാൽ പിന്നെ എന്റെ ഷൊർണൂർക്കൊണ്ട് വരുമ്പോ ഒരു 10 റുപ്യ കൊടുത്ത് നമ്മളെ ഒന്ന് സഹായിക്കുക. 10 റുപ്യ വേറെ ഒന്നും ചോദിക്കുന്നില്ല. വേറൊന്നും, ഒരു 10 റുപ്യ ഒരു കടല വാങ്ങുക. എത്രയോ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടി ഒരു 10 റുപ്യ മുതൽ ചെറിയൊരു 10 രൂപ അല്ലേ? ഒരു 10 റുപ്യ മുടക്കി നമുക്കൊന്ന് സഹായിക്കാം. ചെറുപ്രായത്തിനിടയ്ക്ക് ഇദ്ദേഹം കടയിലെ ജോലി നോക്കിയിട്ടുണ്ട്, പിന്നെ സ്വന്തമായി കടയിട്ടുണ്ട്. പക്ഷെ അതൊന്നും അങ്ങ് വിജയകരമായിട്ട് നടത്താൻ പറ്റിയില്ലേ പ്രശ്നമുള്ളത് കാരണം. അപ്പോൾ അങ്ങനെയാണ്, തോൽക്കാൻ മനസ്സില്ല. ആ ഒരു മനസ്സിൻ്റെ പുറത്ത് ഇപ്പോൾ കടല കച്ചവടം ചെയ്യുകയാണ്. അപ്പോൾ നമ്മളെ കൊണ്ടാവുന്ന എന്താ വെച്ചാൽ ഒരാളെ ഫുള്ളായി സഹായിക്കാനൊന്നും പറ്റില്ലെങ്കിലും ഇങ്ങനൊരു കച്ചവടം ഉണ്ട്. അപ്പോൾ ഷൊർണൂർ ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന ഭാഗത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു 10 രൂപയ്ക്ക് കടല വാങ്ങിയിട്ട് നമുക്ക് പറ്റാവുന്ന ഒരു സഹായം ചെയ്തു കൊടുക്കുക. അത്രേ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഗുഡ് ബൈ.